ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാനും ചേട്ടനും എബിയും കൂടെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ സമയത്ത് പോലും എനിക്ക് കുറച്ച് ദിവസമൊന്നും വീട്ടിലോട്ട് ചെന്ന് നിൽക്കാനും ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആവശ്യത്തിന് പോകും ഇങ്ങ് വരുമെന്നല്ലാതെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഒരു ദിവസം പോലും പോയി നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ കൂടെ ആയ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ എന്തായാലും വീട് വരെ പോയി അന്നൊരു ദിവസം നിന്ന് പിറ്റേന്ന് ശനിയാഴ്ച ഇത് പോകുന്ന ശനിയാഴ്ച പിറ്റേന്ന് ഞായറാഴ്ച തിരികെ വരാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വീട്ടിലോട്ട് പോകാമെന്ന് തന്നെയാണ് കരുതി ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു രാവിലെ ബസ്സിലൊക്കെ പൊയ്ക്കോന്ന് പറഞ്ഞു, ജോലി ഉള്ളതുകൊണ്ട് പൊയ്ക്കോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ബേബിയും കൂടെ അങ്ങനെ പോകാമെന്ന് കരുതിയിരുന്ന സമയത്താണ് മഴ ആയതുകൊണ്ട് തന്നെ ചേട്ടനും ജോലിയില്ല. അപ്പോൾ എന്തായാലും ചേട്ടനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോകാൻ ഒരു മടിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് കരുതി. അപ്പോൾ പനങ്ങോട് കഴിഞ്ഞ് കുറേ ദൂരം എത്തി. പനങ്ങോട് കഴിഞ്ഞ സമയത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരിക്കേണ്ടിരുന്നു. ഭയങ്കര മഴയായിരുന്നു. പിന്നെ മഴയൊന്ന് കുറഞ്ഞ സമയത്ത് ചേട്ടൻ വീട്ടിലോട്ട് പോയി മഴക്കോട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഏതോ ഒരു കട, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഏതോ ഒരു സ്ഥലത്ത് എത്തിയ സമയത്തേക്ക് ഞങ്ങൾ അവിടെ നിന്നാണ് ഈ മഴക്കോട്ട് വാങ്ങിയത്. എബിക്കും എനിക്കും ഒരേപോലത്തെ മഴക്കോട്ടൊക്കെ വാങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു. പിന്നെ ഇത് ഞാൻ അടുത്ത വീഡിയോ എടുക്കുന്നത് വിളനാട് എത്തിയിട്ടാണ് കേട്ടോ. വിളനാട് എത്തിയിട്ട് അവിടെ തൊട്ടടുത്തൊരു ബേക്കറിയിൽ തന്നെ കയറിയിട്ട് വീട്ടിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അത് വാങ്ങി ഉടൻ തന്നെ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്ന ആ സമയത്തും പിന്നെ അവർ രണ്ടുപേരും മഴക്കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ കടയിലോട്ട് കയറിയില്ല. ഞാൻ മാത്രമേ കയറിയുള്ളൂ കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത കടയിലെ ഒരു ഹോട്ടലാണ്. അവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണിയും കൂടെ വാങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആൻറ്റിയുടെ മകൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. ഈ സമയത്ത് 5-6 മാസം എന്തോ ആയി കേട്ടോ, എനിക്ക് നല്ല ഓർമ്മയില്ല. അങ്ങനെ ആയിരുന്ന സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. അപ്പോൾ അവളെ കൂടെ കാണണമായിരുന്നു, അതാണ് പോയത്. കാരണം എനിക്ക് എപ്പോഴാണ് ലീവ് കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് എന്തെങ്കിലും ലീവ് കിട്ടുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റാത്ത എന്തെങ്കിലും ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവളെ കൂടെ കണ്ടിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ അയ്യോ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞങ്ങൾ വീടെത്തുന്നത് വരെയും മഴയായിരുന്നു. കണ്ടോ, ഞങ്ങളുടെ വെള്ളനാട് ജംഗ്ഷനാണ് കേട്ടോ. ചേട്ടതാ മഴയും തന്നെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഴക്കോട്ടുണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിലാണ് ആശ നിൽക്കുന്നത്. ചേട്ടൻ ഒരുപാട് തവണ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ, ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ വീട്ടിലോട്ട് പോയിട്ട് വരാൻ ഒരു മടിയായതുകൊണ്ട് മാത്രമാണ് ചേട്ടനെയും കൂടെ ഞങ്ങൾ കൂട്ടിയത്. എന്തായാലും നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങൾ പോയി വന്നത്. എനിക്ക് ഈ ഒരു വെള്ള കോട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇത് തിരിച്ച് വരുന്ന സമയത്ത് അമ്മയ്ക്ക് കൊടുത്തിട്ട് അച്ഛൻ എനിക്ക് വേറൊരു കോട്ട് വാങ്ങിക്കൊണ്ട് വന്നു. അതാണ് ഞാൻ എടുത്തിട്ട് പോകുന്നത്. ഞാൻ ഇത് മടക്കി വെച്ച സമയത്ത് ഞാൻ കരുതി വേറെ നല്ല ഇപ്പോൾ എബിക്കുട്ട ഇട്ടിരിക്കുന്നില്ലേ അതുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഈ കോട്ടിൻ്റെ അകത്തിട്ടിങ്ങനെ ഡ്രസ്സ് ഫുള്ളും ഇങ്ങനെ പുറത്ത് വിസിബിളായിട്ട് കാണുന്ന രീതിയിലായിരുന്നു ഈ ഒരു മഴക്കോട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ സമയത്തേക്കും ഞങ്ങൾ പിന്നെയും മഴയൊക്കെ തുറന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ആൻറ്റിയുടെ മകളുടെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ. ഇതാണ് അവരുടെ വീട്. ശ്രുതിയാണ് കേട്ടോ. അറിയാമല്ലോ, ശ്രുതിയെ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും എൻ്റെ ആൻറ്റിയുടെ മകൾ. അപ്പോൾ അവിടെ കുറേ നേരം വരെ ഇരുന്ന് ഉച്ചവരേക്ക് ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് തന്നെ മിക്കു നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് അവനെ ഉണർത്തി. ആദ്യക്കുട്ടനും വന്നു. അപ്പോൾ മുത്തം ഉണ്ടായിരുന്നു, കാവ്യയും എൽസമോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിക്കുവിൻ്റെ ഇപ്പോഴത്തെ സ്ഥിരം ഇരിപ്പ് ഇവിടെയാണ് കേട്ടോ. നമ്മുടെ പ്രഗ്നൻസി പില്ലോ കവർ ഉണ്ടല്ലോ, പില്ലോ കവറല്ല പ്രഗ്നൻസി പില്ലോ ഉണ്ടല്ലോ, അതിലാണ് അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ആണ് ഇരുന്ന് അവൻ പഠിച്ചത് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പേരൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഇങ്ങോട്ട് മുട്ടയ്ക്കാട് വരുന്നുണ്ട് എന്ന് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ 2 ദിവസം മുന്നേ ഇതുപോലെ പറിച്ച് വെക്കും. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞാൽ അവിടെയും എടുത്ത് വെക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എടുത്ത് വെക്കും. ആ സമയത്താണ് എൽസമോളെ കുളിപ്പിച്ചുകൊണ്ട് വന്നത് കുഞ്ഞമ്മ. പിന്നെ എബിക്കുട്ടനൊക്കെ കരി എഴുതിയ ശേഷം അങ്ങനെ ഞാൻ അധികം അങ്ങനെ ആരെയും കരി എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഇനി അതിനിടയ്ക്ക് വെച്ച് ആരൊക്കെ എഴുതി കൊടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൽസക്കുട്ടിക്കാണ് കരി എഴുതി കൊടുക്കുന്നത്. മിക്കുനും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൽസയ്ക്കാണ് ഞാൻ അടുത്ത് കരി എഴുതി കൊടുത്തത്. അവൾ നല്ല സുഖം ഉറക്കമായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുന്നേറ്റ് കേട്ടോ. ആ സമയത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് തട്ടി ഉറക്കി. പിന്നെ ഞാൻ വീണ്ടും അവൾ നല്ലതായിട്ട് ഉറക്കി പിന്നീട് കരിയൊക്കെ വരച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ കണ്ണിലൊക്കെ കരി എഴുതുമായിരുന്നു. ഇപ്പോഴാരും അങ്ങനെ കരിയൊന്നും എഴുതാറില്ല കേട്ടോ. അവളെ പിന്നെ ഉറക്കാൻ കിടത്തിന് ശേഷം മിക്കുവിന് ചോറൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ മിക്കു ചേട്ടൻ്റെ അടുത്ത് പോയി. സാധാരണ പിള്ളേരാരും ഇത് ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ ഇണങ്ങിയും പോവുകയും ഒന്നും ചെയ്യാറില്ല. എന്താ പിള്ളേർക്കൊക്കെ ഒരു പേടിയാണ് ചേട്ടൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ ആരും പോകാറില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും വീട്ടിൽ പോകുമ്പോഴായിരുന്നാലും ഇവിടെ നിന്നിട്ട് നമ്മൾ വീഡിയോ കോൾ വിളിക്കുന്ന സമയത്താണെങ്കിലും മിക്കുവിനെ എൽസിയൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് അവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കാൻ പറയും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ എടുക്കാനും പറയും. എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവർക്കൊരു പേടി വരരുതല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ കുറേ നേരം കഴിഞ്ഞ സമയത്ത് ഞാനെടുത്ത് കുറച്ച് നേരം പുറത്തോട്ട് നിന്ന് കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു പട്ടിക്കുട്ടി വന്നു കേട്ടോ. പട്ടിക്കുട്ടി ഒരു പൂച്ചക്കുട്ടിയും വന്നു.
എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിയിട്ട് വന്ന് നിൽക്കുന്നതാണെന്ന് തോന്നി. എന്തായാലും അവരെയും കണ്ടിട്ടാണെന്ന് തോന്നുന്നു മിക്കു ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അവൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവനെന്ന് മാത്രമല്ല എല്ലാ കൊച്ചു പിള്ളേർക്കും ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ചിരിയും അവർ തന്നെ ഇങ്ങനെ നോക്കി നിൽപ്പും ഒക്കെ ആയിരിക്കും. കാരണം എനിക്ക് നമുക്കറിയാമല്ലോ എബി ആയിരുന്ന സമയത്ത് അങ്ങനെയാണ്. നമ്മൾ ഏത് കൊച്ചു പിള്ളേരെ കണ്ടാലും അവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ഭയങ്കര കൗതുകമായിരിക്കും. അവരിങ്ങനെ തന്നെ അത് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നേരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ അവനുമായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ട് തന്നെ ചേട്ടൻ ആ സമയത്ത് എൻ്റെ അടുത്തോട്ട് വന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ചേട്ടൻ തന്നെയാണ് എടുത്തു തന്നെ കേട്ടോ. കണ്ടോ, പൂച്ച അങ്ങോട്ട് പോയപ്പോഴും മിക്കു ഭയങ്കരമായിട്ട് നോക്കി നിൽപ്പുണ്ടായിരുന്നു. ആ പട്ടിക്കുട്ടി തിരിച്ചു പോയ സമയത്ത് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പിന്നെ ഫുൾ ടൈം നമ്മളവിടെ കളിയായിരുന്നു. ആ മുത്തിൻ്റെ അടുത്ത് എൽസക്കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ കാവ്യ അടുത്തിരിപ്പുണ്ട്, ഞാൻ അടുത്തിരിപ്പുണ്ട്, അഞ്ചുമുണ്ട്. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു കേട്ടോ അന്ന് ഫുൾ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയും പ്രത്യേകിച്ച് വേറെ ഒന്നും വിശേഷമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ കളിയും ചിരിയും ബഹളങ്ങളൊക്കെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രാത്രിയിലെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് ഈ എടുക്കുന്നത് കേട്ടോ. അവൻ ഭയങ്കര കളിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിരിക്കും കേട്ടോ. എന്തെന്ന് വെച്ചാൽ അവന് ഉറങ്ങാനും പറ്റുന്നില്ല. ഞങ്ങളുടെ ചിരിയും ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ അവന് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. പക്ഷേ എൽസക്കുട്ടി ഉറങ്ങി കേട്ടോ. അവൾ നന്നായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മാമ്പഴം, വീട്ടിൽ നിന്നല്ല, അത് വിളനാട് ഞാൻ വന്നെന്ന് പറഞ്ഞില്ല, അവിടെ നിന്ന് കുറച്ച് മാമ്പഴവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ അതും കുറച്ച് മിക്കുവിന് കൊടുത്തു. അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നി എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് അവന് നാവിൽ വെച്ച് കൊടുത്തു കേട്ടോ. അവനത് ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാങ്ങ കാണിക്കാതെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അവൻ ഇങ്ങനെ വാ തുറക്കും മാങ്ങയുടെ ആ ചാറ് കൊടുക്കാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് അവൻ തന്നെ ചിരിക്കും. അവന് അറിയാൻ തോന്നുന്നു ഞാൻ കൊടുക്കത്തില്ലെന്ന്. മനസ്സിലായോ ഇല്ലോ എന്തോ എനിക്കറിയില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് വാ തുറക്കും അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ട പാവം എൻ്റെ കുഞ്ഞ്. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കും കേട്ടോ. പാവം തോന്നി എനിക്ക്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. വേറെ പിന്നെ വൈകുന്നേരം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മിക്കുവായിട്ട് കുറേ നേരം കളിച്ചു. പിന്നെ എൽസക്കുട്ടിക്ക് നമുക്കങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും അവൾക്ക് അറിയില്ലല്ലോ. അവൾ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി കിടക്കും. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മിക്കു ഇപ്പം ഇച്ചിരി വലുതായതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവനറിയാം. നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. എൽസയെടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. ബൈ.